Hi students, welcome to Geography classes. NCERT 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 4ാം ചാപ്റ്റർ അഗ്രികൾച്ചർ ആണിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The word agriculture is derived from Latin words agri or ager. ലാറ്റിൻ പദമായ ഏഗർ ഓർ അഗ്രി, അതിൽ നിന്നാണ് അഗ്രികൾച്ചറിൻ്റെ അഗ്രി എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. മീനിങ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സോയിൽ, മണ്ണാണ്. ആൻഡ് കൾച്ചർ, ഇനി കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീനിങ് കൾട്ടിവേഷൻ, കൃഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണ്ണിലൂടെയുള്ള കൃഷിക്കാണ് അഗ്രികൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പാഠം ഒരു കഥയിലൂടെ തുടങ്ങാം. ഗുർപ്രീത്, മാധോ ആൻഡ് ടിന were walking through the village where they saw a farmer tilling land. ഗുർപ്രീതും മാധവും ടിനയും അവരുടെ നാടിലൂടെ, വില്ലേജിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കർഷകൻ മണ്ണ് ഒരുക്കുന്നതായിട്ട് കണ്ടു. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്നതിനാണ് ടില്ലിംഗ് ലാൻഡ് എന്ന് പറയുക. The farmer told them that he was growing wheat and had just added manure to the soil to make it more fertile. അദ്ദേഹം അവിടെ ഗോതമ്പ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഗോതമ്പ് വളർത്താൻ ഉദ്ദേശിക്കുന്നു. അത് കാരണത്താൽ അദ്ദേഹം മണ്ണ് കുറച്ചും കൂടി ഫലപുഷ്ടിയാവാൻ വേണ്ടിയിട്ട് വളം ചേർക്കുകയാണ്. മാന്യൂർ എന്ന് പറഞ്ഞാൽ വളം. He told the children that the wheat would fetch a good price in the mandi from where it would be taken to factories to make bread and biscuits from flour. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഫലപുഷ്ടിയുള്ള രീതിയിൽ മണ്ണിൽ വളമൊക്കെ ചേർത്ത് ധാരാളം ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചാൽ, വീറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ അത് മണ്ടിയിൽ കൊണ്ടുപോയി വിറ്റാൽ, മണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, അവിടെയാണ് കൃഷിക്കാർ അവരുടെ വിളകൾ കൊണ്ടുപോവുക. അവിടുന്ന് ഈ മണ്ടി എന്ന സ്ഥലത്തു നിന്നാണ് ഓരോ കമ്പനി, ഫാക്ടറിക്കാർ, വ്യവസായശാലകളുള്ളവരെ അവർക്ക് ബിസ്ക്കറ്റും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർഷകരിൽ നിന്ന് അവരുടെ ധാന്യങ്ങളൊക്കെ വാങ്ങുക. അപ്പോൾ ഈ കൃഷി ചെയ്ത വീറ്റ്, ഗോതമ്പ് മണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഫാക്ടറികളിൽ വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് ബ്രെഡും ബിസ്ക്കറ്റും എന്ത് ചെയ്യുന്നു, ഈ വീറ്റിൻ്റെ പൊടിയിൽ നിന്ന്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ പൊടികളിൽ നിന്ന് ഉണ്ടാക്കുന്നു. അപ്പോൾ കർഷകൻ എന്താണ് അയാൾ കൃഷി ചെയ്യുന്നതെന്നും ആ കൃഷി ചെയ്യുന്നത് എന്താണ് അവസാനമാവുക എന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കിനി പാഠത്തിലേക്ക് പോകാം. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ പ്ലാന്റ് ടു finished product involves 3 types of economic activities. ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ രൂപമാറ്റങ്ങൾ ഒരു പ്ലാനറ്റിൽ നിന്ന്, ഒരു ചെടിയിൽ നിന്ന് ഒരു പൂർണ്ണമായ പ്രൊഡക്റ്റിലേക്ക്, ഉൽപ്പന്നത്തിലേക്ക് ഒരു വസ്തു മാറുമ്പോൾ അവിടെ 3 ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ദീസ് ആർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർട്ടിയറി ആക്ടിവിറ്റീസ്. ഈ 3 പ്രവർത്തനങ്ങളെ, ഒന്ന് പ്രാഥമിക പ്രവർത്തനം, പ്രൈമറി; സെക്കൻഡറി, രണ്ടാമതായി സംഭവിക്കുന്ന പ്രവർത്തനം; ടെർട്ടിയറി പറഞ്ഞാൽ തേർഡ് എന്നർത്ഥം, മൂന്നാമത്തെ ആക്ടിവിറ്റി. 3 ആക്ടിവിറ്റീസിലൂടെയാണ് ഒരു ചെടി, ഒരു കൃഷിയുടെ ഒരു ധാന്യം അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യപ്പെടുന്ന ഒരു വസ്തു അതിൻ്റെ ഒരു ഉൽപ്പന്നമായി മാറുന്നത് നടക്കുന്ന 3 പ്രോസസ്സുകൾ, ഘടനകൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൈമറി ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആൾ ദോസ് കണക്റ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയിലുള്ള സ്രോതസ്സുകൾ, അത് ഉൽപ്പാദിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് ഭൂമിയിൽ നമ്മൾ കൃഷി നടുമ്പോൾ ആ ഭൂമിയുടെ സ്രോതസ്സുകൾ ഉപയോഗിച്ചിട്ട് ആ കൃഷിയെ പുറത്തു കൊണ്ടുവരിക, അത് ഉൽപ്പാദിപ്പിക്കുക, അത്തരം ആദ്യത്തെ കാര്യങ്ങൾ, പ്രാഥമികമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുക. അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഗാദറിംഗ് ആർ ഗുഡ് എക്സാമ്പിൾസ്. നമ്മൾ കൃഷി ചെയ്യുന്നത്, മീൻ വളർത്തുന്നത്, അതുപോലെ അതൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്, അതൊക്കെയാണ് ഒന്നാമത്തെ, അതായത് ഫലങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുമല്ലോ, അതൊക്കെയാണ് ഈ പ്രൈമറി ആക്ടിവിറ്റീസിൻ്റെ ഒരു ഉദാഹരണം. ഇനി സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ആർ കൺസേൺഡ് വിത്ത് ദി പ്രോസസ്സിംഗ് ഓഫ് ദീസ് റിസോഴ്സസ്. ഈ സ്രോതസ്സുകളെ പ്രോസസ്സ് ചെയ്യുന്നത്, ഉൽപ്പാദന രീതിയിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുക. അതായത് കൃഷി ചെയ്തതിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനാണ് എന്ത് പറയുക, പ്രോസസ്സിംഗ് എന്ന് പറയുക. രണ്ടാമത്തെ സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുക. ഉദാഹരണത്തിന് മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ, ബേക്കിംഗ് ഓഫ് ബ്രെഡ് ആൻഡ് വേവിംഗ് ഓഫ് ക്ലോത്ത് ആർ എക്സാമ്പിൾ ഓഫ് ദിസ് ആക്ടിവിറ്റി.
അതായത് നമ്മൾ മിനറൽസ് കണ്ടെത്തിയാൽ ആ മിനറൽസിനെ സ്റ്റീലിലേക്ക് മാറ്റും അല്ലേ, മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ. ആ മിനറലിനെ, ഇരുമ്പിനെ അല്ലെങ്കിൽ ആ ബോക്സൈറ്റിനെ സ്റ്റീലിലേക്ക് മാറ്റുന്നു. അത് ഒരു സെക്കൻഡറി ആക്ടിവിറ്റിയുടെ ഉദാഹരണമാണ്. ബേക്കിംഗ് ഓഫ് ബ്രെഡ്, നമ്മൾ വീറ്റില്ലേ, ഗോതമ്പ്, അത് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് പൊടിയാക്കിയിട്ട് അതിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കുന്നു അല്ലേ, അതും രണ്ടാമത്തെ ആക്ടിവിറ്റിക്കുള്ളൊരു ഉദാഹരണമാണ്. അതുപോലെ വേവിങ് ഓഫ് ക്ലോത്ത്, വസ്ത്രം നെയ്യുക, പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് അവരിൽ നിന്ന് നൂലുണ്ടാക്കിയതിന് ശേഷം അത് വസ്ത്രങ്ങളാക്കി മാറ്റുന്ന മറ്റൊരു രീതി അല്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതിനാണ് സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുക. ഈ 3 കാര്യങ്ങളും സെക്കൻഡറി ആക്ടിവിറ്റിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. അടുത്തതാണ് ടെർട്ടിയറി ആക്ടിവിറ്റീസ്, അതായത് മൂന്നാമത്തെ ആക്ടിവിറ്റി. അതെന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ് ത്രൂ സർവീസ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ സർവീസ് ചെയ്യുക, അത് വേണ്ട രീതിയിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. ഉദാഹരണം ട്രാൻസ്പോർട്ട്, നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ട്രേഡ്, അത് കച്ചവടം ചെയ്യുക. പിന്നെ അതുപോലെ ബാങ്കിങ് അല്ലേ, പണമിടപാടുകൾ നടത്തുക. പിന്നെ ഇൻഷുറൻസ് ആൻഡ് അഡ്വർടൈസിങ്, അതായത് ഉൽപ്പന്നത്തിന് പരിരക്ഷ കൊടുക്കുക, അതിനെ പരസ്യം ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് മൂന്നാമത്തെ ഘടകം. അപ്പോൾ ഇതും കൂടി ചെയ്താലേ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയതിൽ നിന്ന് ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടുണ്ടാവുള്ളൂ. ഈ 3 കാര്യങ്ങൾ നടന്നാലേ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ആ വസ്തു ഉണ്ടാക്കി അത് ഉപയോഗപൂർണ്ണമാക്കി ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങളത് ഉപയോഗിച്ചു എന്നത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതിയിൽ 3 ആക്ടിവിറ്റീസിലൂടെ മാത്രമേ ഈ ഒരു വസ്തുവിൻ്റെ രൂപമാറ്റം പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടായി, അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു, ജനങ്ങളത് ഉപയോഗിച്ചു. അപ്പോഴേ ഒരു വസ്തുവിൻ്റെ രൂപമാറ്റം പൂർണ്ണമാവുകയുള്ളൂ. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ഈസ് എ പ്രൈമറി ആക്ടിവിറ്റി. കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള, പ്രാഥമികമായിട്ടുള്ള ആക്ടിവിറ്റി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോയിങ് ക്രോപ്സ്, അതായത് ധാന്യങ്ങൾ വളർത്തുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് റിയറിങ് ഓഫ് ലൈഫ് സ്റ്റോക്സ്, പൂക്കൾ, ചെടികൾ, അതുപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ ലൈഫ് സ്റ്റോക്ക് കെയർ ചെയ്യുക. ഇതൊക്കെയാണ് റിയറിങ് എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യുക, അത് പരിപാലിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ. മീൻ വളർത്തൽ, അതുപോലെ കന്നുകാലികൾ വളർത്തൽ, കോഴി വളർത്തൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൃഷികളാണ് എന്ത് ചെയ്യുന്നത്, റിയറിങ് ഓഫ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ രീതിയിലുള്ള കൃഷികൾ. ഇൻ ദി വേൾഡ്, ലോകത്ത് 50% ഓഫ് പേഴ്സൺസ് ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. പകുതി ശതമാനം ആൾക്കാരും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത്. 2/3 ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ, ഇന്ത്യയുടെ ജനസംഖ്യയിലെ 2/3 ഈസ് സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ് ഓൺ അഗ്രികൾച്ചർ. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 2/3 ഇപ്പോഴും കൃഷിയെയാണ് ആശ്രയിക്കുന്നത് ജീവിത വരുമാനമായിട്ട്. 1% മാത്രം ആൾക്കാരെ മറ്റു ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഫേവറബിൾ ടോപ്പോഗ്രഫി ഓഫ് സോയിൽ ആൻഡ് ക്ലൈമറ്റ് ആർ വൈറ്റൽ ഫോർ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. ടോപ്പോഗ്രഫി പറഞ്ഞാൽ ജോഗ്രഫി തന്നെയാണ്. ജോഗ്രഫി പറഞ്ഞാൽ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിനും ജോഗ്രഫി എന്ന് പറയും. ടോപ്പോഗ്രഫി പറഞ്ഞാൽ ഓരോ ഏരിയ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട്, ഇപ്പോൾ മൗണ്ടൻ ഏരിയ, മലകളുള്ള ഏരിയ, അതിനെപ്പറ്റി പഠിക്കുന്നതിന് ടോപ്പോഗ്രഫി എന്ന് പറയും. ഒരു ഏരിയ മാത്രം സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് ടോപ്പോഗ്രഫി എന്ന് പറയുക. ഫേവറബിൾ ടോപ്പോഗ്രഫി ഓഫ് സോയിൽ ആൻഡ് ക്ലൈമറ്റ്, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിലെ മണ്ണ്, അതിൻ്റെ കാലാവസ്ഥ, അതൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് മാറുക, അതിൻ്റെ ആ ഒരു ഭൂമിശാസ്ത്രം അനുകൂലമായ രീതിയിലേക്ക് മാറൽ ആർ വൈറ്റൽ ഫോർ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. അത് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. നമ്മുടെ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയും ആ മണ്ണിൻ്റെ സ്വഭാവമൊന്നും കൃഷിക്ക് പറ്റിയതല്ലെങ്കിൽ കൃഷി അവിടെ വളരുമല്ലോ, നശിച്ചു പോലേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കൃഷിക്ക് യോജിച്ച രീതിയിൽ ആ മണ്ണും സാഹചര്യങ്ങളൊക്കെ മാറണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ദ ലാൻഡ് ഓൺ വിച്ച് ദ ക്രോപ്സ് ആർ ഗ്രോൺ ഈസ് നോൺ ആസ് അറബിൾ ലാൻഡ്. എവിടെയാണോ കൃഷികൾ, ഈ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്, വളരുന്ന സ്ഥലങ്ങളെ, ആ സ്ഥലത്തിനെ അറബിൾ ലാൻഡ് എന്നാണ് പറയുക. കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത പേജിൽ ഒരു മാപ്പ് കാണിക്കും, അതിൽ മനസ്സിലാവും അറബിൾ ലാൻഡിൻ്റെ രൂപം. ഇൻ ദി മാപ്പ് യു ക്യാൻ സീ ദാറ്റ് അഗ്രികൾച്ചർ ആക്ടിവിറ്റി ഈസ് concentrated in those regions of the world where suitable factors for the growing of crops exist. നമുക്ക് കാണാൻ പോകുന്ന മാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയൊക്കെയാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അഗ്രികൾച്ചർ വളരുന്നത്, എവിടെയൊക്കെയാണ് അത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടെയൊക്കെ ഈ അഗ്രികൾച്ചർ വളരുന്നതിന്, ക്രോപ്സ് വളരുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് ശ്രദ്ധിക്കൂ. ഈ മാപ്പിൽ, ഭൂമിയുടെ ഈ ഒരു മാപ്പിൽ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആരബിൾ ലാൻഡ്, ലോകത്ത് നിലവിലുള്ള ആരബിൾ ലാൻഡിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയും. ആരബിൾ ലാൻഡ് പറഞ്ഞാൽ എന്താ, ഈ ചിത്രത്തിൻ്റെ അടിയിൽ കാണുന്ന ഒരു സർക്കിൾ ആരബിൾ ലാൻഡിൻ്റെ ഒരു കളർ കാണിക്കുന്നുണ്ട്.
ആ കളറുള്ള സ്ഥലത്താണ് കൃഷി ചെയ്യപ്പെടുന്നത് ലോകത്തിൻ്റെ. അപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏകദേശം ഭാഗത്തൊക്കെ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ അറേബ്യ എടുത്ത് നോക്കൂ, അറേബ്യയുടെ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, കാരണം അധികം മരുഭൂമി ആയതുകൊണ്ട് അവിടെ കൃഷിയൊക്കെ നടക്കില്ല. പിന്നെ ആഫ്രിക്കയുടെ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ സെൻട്രൽ ആഫ്രിക്ക നടുഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് കൃഷിയുടെ സ്ഥലമായിട്ട് കാണപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വരണ്ട ഭൂമി പോലെയാണുള്ളത്. നമ്മൾ ഇനി യൂറോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ട് കാണുന്നത്. ഏഷ്യ ആണെങ്കിൽ ഏഷ്യയുടെ ഉത്തരേഷ്യകളിൽ തീരെ, അതായത് റഷ്യയുടെ മുകൾ ഭാഗങ്ങൾ അവിടെയൊന്നും കൃഷിയുള്ളതില്ല. സെൻട്രൽ ഭാഗങ്ങളിൽ കുറച്ചുണ്ട്. പിന്നെ അടിഭാഗങ്ങളിൽ ഈ തായ്ലാൻഡ്, ചൈന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നോർത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ നോർത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്ത്, മുകൾ ഭാഗത്ത് അവിടെ ഐസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് അവിടെ കൃഷിക്ക് യോജ്യമല്ല. സൗത്ത് ഭാഗത്താണ് പിന്നെയും കൃഷിക്ക് യോജ്യമായ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലോകത്ത് പല ഭാഗങ്ങളും കൃഷി ചെയ്യപ്പെടുന്നുണ്ട്, എവിടെയൊക്കെയാണ് അതിനുള്ള സാഹചര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അല്ല ഈ മാപ്പ് നോക്കിയാൽ. ഓക്കെ, ഗുഡ്. ഇനി അടുത്തതായിട്ട് ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ പഠിക്കാനാണ്. അതായത് അഗ്രികൾച്ചർ, സെറികൾച്ചർ, പിസിക്കൾച്ചർ, വിറ്റികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ. അത് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ, കൾച്ചർ നമ്മൾ പറഞ്ഞു, കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൾട്ടിവേഷൻ അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കൾട്ടിവേഷൻ ഓൺ ദി സോയിൽ. മണ്ണിൽ കൃഷി ചെയ്യുന്നതിനെയാണ് അഗ്രികൾച്ചർ എന്ന് പറയുക. റൈസിങ് ക്രോപ്സ് ആൻഡ് റിയറിങ് ലൈഫ് സ്റ്റോക്സ്, അതായത് മണ്ണ് എന്ത് ചെയ്യുക, വിളകൾ ഉണ്ടാക്കുക, പിന്നെ അതുപോലെ തന്നെ ജീവനുള്ള അതിനെ വളർത്തുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫാർമിംഗ്. ഇതിനെ ഫാമിംഗ് എന്നും വിളിക്കും. ഇനി അടുത്ത സെറികൾച്ചർ, അതായത് കൊമേഴ്ഷ്യൽ റിയറിങ് ഓഫ് സിൽക്ക് വോംസ്, അതായത് പട്ടുനൂൽ പുഴുക്കളെ കെയർ ചെയ്യുക, പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അതുവഴി പട്ടുനൂൽ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നതിനാണ് എന്ത് പറയുക, സെറികൾച്ചർ എന്ന് പറയുക. ഇറ്റ് മേ സപ്ലിമെൻറ്റ് ദി ഇൻകം ഓഫ് ദി ഫാർമർ, അത് ഫാർമറിനുള്ള വരുമാനത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ്. ഇനി അടുത്ത് പിസിക്കൾച്ചർ, ബ്രീഡിംഗ് ഓഫ് ഫിഷ് ഇൻ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ടാങ്ക്സ് ആൻഡ് പോൺസ്, പ്രത്യേകമായി തയ്യാറാക്കിയ ടാങ്കുകളിലും കുളത്തിലൊക്കെ മീനിനെ വളർത്തുന്നതിനാണ് എന്ത് പറയുക, പിസിക്കൾച്ചർ എന്ന് പറയുക. ഇനി അടുത്ത് വിറ്റികൾച്ചർ, കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ്, മുന്തിരി കൃഷി ചെയ്യുന്നതിനാണ് വിറ്റികൾച്ചർ എന്ന് പറയുക. അടുത്ത ഹോർട്ടിക്കൾച്ചർ, ഗ്രോയിങ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഫോർ കൊമേഴ്ഷ്യൽ യൂസ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ പഴം, പച്ചക്കറി, പൂക്കളൊക്കെ വളർത്തുക, അത് കൃഷി ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുക. അപ്പോൾ അഗ്രികൾച്ചർ, സെറികൾച്ചർ, പിസിക്കൾച്ചർ, വിറ്റികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ. കൾച്ചർ അതായത് കൾട്ടിവേഷൻ, കൃഷിയുടെ വ്യത്യസ്തമായ വാക്കുകൾ, വ്യത്യസ്തമായ കൃഷികളൊക്കെ നമ്മൾ ഈ വാക്കുകളിൽ നിന്ന് പഠിച്ചു. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് ഫാം സിസ്റ്റം. ഈ ഫാം സിസ്റ്റം നമ്മൾ പറഞ്ഞു എന്ത്, കൃഷിക്ക് അഗ്രികൾച്ചറിന് ഫാമിംഗ് എന്നും പറയും. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ സിസ്റ്റം എന്താണ്, ലോകത്തുള്ള സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫാം സിസ്റ്റം, അഗ്രികൾച്ചർ ഓഫ് ഫാമിംഗ് ക്യാൻ ബി ലുക്ക്ഡ് അറ്റ് ആസ് എ സിസ്റ്റം. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാം, കൃഷി ചെയ്യുക, മണ്ണിൽ ധാന്യങ്ങളൊക്കെ ഇട്ട് വളർത്തി അത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്ക്, അതിനെ നമുക്ക് ഒരു സംവിധാനമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്സ് ആർ സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, മെഷീനറി ആൻഡ് ലാബേഴ്സ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഇൻപുട്ടുകൾ, നമ്മളതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സീഡ്സ്, വിത്തുകൾ, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, അതായത് ഇത് ഫലപുഷ്ടിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മെഷീൻസുകൾ, നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ, ലേബർ, അതുപോലെ ഈ കൃഷി ചെയ്യേണ്ട കർഷകർ, ജോലിക്കാർ, ഇതൊക്കെയാണ് ഇൻപുട്ടായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ട വസ്തുക്കൾ. സം ഓഫ് ദി ഓപ്പറേഷൻസ് ഇൻവോൾവ്ഡ് ആർ പ്ലഫിംഗ്. ഇനി ഇതിൽ വേണ്ട ഓപ്പറേഷൻസ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിന് വേണ്ട ഓപ്പറേഷൻസുകൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്ലഫിംഗ് പറഞ്ഞാൽ എന്താ, നിലം ഉഴുതുമറിയിക്കുക, സോയിങ്, വിത്ത് വിതയ്ക്കുക, ഇറിഗേഷൻ, അതിന് വേണ്ട വെള്ളം നനയ്ക്കുക, വീഡിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. വീഡിങ് എന്ന് പറഞ്ഞാൽ കളനിയന്ത്രണം. കള എന്ന് പറഞ്ഞാൽ എന്താ, ഈ വേസ്റ്റായിട്ടുള്ള ചെടികളൊക്കെ വരുമല്ലോ, അതിനൊക്കെയാണ് കള എന്ന് പറയുക. അപ്പോൾ അതൊന്നും വരാതെ, വേസ്റ്റ് ഒന്നും പെടാത്ത രീതിയിൽ എന്ത് ചെയ്യുക, കൃഷിയെ പരിപാലിക്കുക. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വിളവെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട ഇൻപുട്സുകൾ അതൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത്, ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ വിത്ത് വിതക്കണം, വെള്ളം നനക്കണം, അതുപോലെ അതിനെ സൂക്ഷിക്കണം, പരിപാലിക്കണം, പിന്നെ അത് വിളവെടുക്കണം. ദ ഔട്ട്പുട്ട്സ് ഫ്രം ദി സിസ്റ്റം ഇൻക്ലൂഡ് ക്രോപ്സ്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ, നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്രോപ്സ്, ധാന്യങ്ങൾ, വൂൾ, കമ്പിളി, അതായത് പട്ടുനൂൽ പുഴ കൊണ്ട് നമുക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ നൂലുകൾ കിട്ടും. ഡയറി ആൻഡ് പൗൾട്രി പ്രൊഡക്ട്സ്.
ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയും. അതായത് പാലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കൾ. പാലിൽ നിന്ന് തേയിലുണ്ടാക്കാൻ പറ്റും, മോരുണ്ടാക്കാൻ പറ്റും, വെണ്ണ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുപോലെ പൗൾട്രി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ കോഴി വളർത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതാകുമ്പോൾ മുട്ട ഉണ്ടാകും, കോഴി ഇറച്ചി ഉണ്ടാകും അല്ലേ, പിന്നെ കോഴി കുഞ്ഞുങ്ങളെ വളർത്തൽ, അതിനെ വിൽക്കൽ, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃഷിയിലൂടെ നമുക്ക് തിരിച്ച് ലഭിക്കുന്ന ഔട്ട്പുട്ടുകൾ. ഇനി ടൈപ്സ് ഓഫ് ഫാമിങ്ങിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ, ടൈപ്പുകൾ. ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ വേരിയസ് വേയ്സ് അക്രോസ് ദി വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഈ കൃഷി എന്ന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ജോഗ്രഫിക്കൽ കണ്ടീഷൻസ്, അതും ഓരോ കാലാവസ്ഥ അനുസൃതമായിട്ടായിരിക്കും ഓരോ നാട്ടിലെയും കൃഷി നടക്കുക. ഡിമാൻഡ് ഓഫ് പ്രൊഡക്ട്സ്, മാത്രമല്ല ഉൽപ്പന്നങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടും. ലേബർ ആൻഡ് ലെവൽ ഓഫ് ടെക്നോളജി, ആ കൃഷി ചെയ്യാൻ ലഭിക്കുന്ന കർഷകരെ, അതുപോലെ അതിന് ലഭിക്കുന്ന ടെക്നോളജി, മെഷീനുകൾ, അതൊക്കെ അനുസരിച്ചായിരിക്കും ഓരോ നാട്ടിലും ഓരോ കൃഷി ഉണ്ടാവുക. ഫാമിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 മെയിൻ ടൈപ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടീഷൻസ്, പിന്നെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത, ചെയ്യുവാനുള്ള കർഷകർ, ടെക്നോളജി, മെഷീന്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ കൃഷിയെ, ഫാമിങ്ങിനെ 2 രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ദീസ് ആർ സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. 2 രീതിയാണ്. ഒന്ന് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, മറ്റേത് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അപ്പോൾ സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ടു മീറ്റ് ദി നീഡ്സ് ഓഫ് ദി ഫാമേഴ്സ് ഫാമിലി. സബ്സിസ്റ്റൻറ്റ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആ കുടുംബം, കർഷകരുടെ കുടുംബം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കൃഷി ചെയ്യുന്നതിനാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുക. ട്രഡീഷണലി ലോ ലെവൽസ് ഓഫ് ടെക്നോളജി ആൻഡ് ഹൗസ് ഹോൾഡ് ലേബർ ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഓൺ സ്മാൾ ഔട്ട്പുട്ട്. ഈ സബ്സിസ്റ്റൻറ്റ് ഫാമിംഗ് എന്ന ഈ ഒരു സമ്പ്രദായം അത് ട്രഡീഷനായിട്ട്, ആചാര രീതിയിലായിട്ട് വളരെ ചെറിയ തോതിലുള്ള ടെക്നോളജിയും ചെറിയ തോതിലുള്ള സ്ഥലത്ത് ചെറിയതായ രീതിയിൽ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കൃഷിയായിരിക്കും അതിൻ്റെ ഒരു സ്വഭാവം. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ആൻഡ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഈ സബ്സിസ്റ്റൻസ് ഫാമിംഗ് തന്നെ 2 രീതിയിലേക്ക് മാറ്റാം. ഒന്ന് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസും മറ്റൊന്ന് പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസും. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, the farmer cultivates a small plot of land using simple tools and more labor. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറായ ഒരു രീതിയിൽ കർഷകൻ എന്ത് ചെയ്യും? സ്മോൾ പ്ലോട്ട്, ചെറിയൊരു സ്ഥലം ഉപയോഗിച്ചിട്ട് വളരെ ചെറുതായിട്ടുള്ള സിമ്പിൾ ടൂളുകളും, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ചധികം കുറച്ചധികം കർഷകരെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? കൃഷി ചെയ്യും. Climate with large number of days with sunshine and fertile soils permit growing of more than one crop annually on the same plot. കാലാവസ്ഥയും അതുപോലെ തന്നെ ധാരാളം ദിവസങ്ങളെടുത്ത് നല്ല സൂര്യപ്രകാശവും ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടിയുള്ള മണ്ണും അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വരുമ്പോൾ ഒരു വർഷം ഒന്നിലധികം തന്നെ വിളകൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ പ്ലോട്ടിൽ, ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയും. റൈസ് ഈസ് ദ മെയിൻ ക്രോപ്പ്. അരിയാണ്, അതായത് നെല്ലാണ് കാര്യമായിട്ട് ഇത്തരം രീതിയിലുള്ള കൃഷി നടക്കുന്ന സംരംഭത്തിൽ ഉണ്ടാവുക. അതർ ക്രോപ്സ് ഇൻക്ലൂഡ്, മറ്റു കൃഷി എന്ന് പറയുന്നത് ഇത്തരം ചെറിയ രീതിയിലുള്ള കൃഷി, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു തവണ 1-2 തവണ വിളവെടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന കൃഷികളുടെ മറ്റു ഉദാഹരണങ്ങൾ വീറ്റ്, ഗോതമ്പ്, മൈസ്, ചോളം, പൾസസ്, ധാന്യങ്ങൾ ആൻഡ് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് എള്ള് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചെറിയ ചെറിയ കുരുകൾക്ക് ഒക്കെ പറയും. Intensive subsistence agriculture is prevalent in the thickly populated areas of monsoon regions of Southeast and East Asia. ഇത്തരത്തിലുള്ള ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഈ രീതിയിലുള്ള കൃഷി ജനസാന്ദ്രത ഏറിയ സ്ഥലങ്ങളിലാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് മൺസൂൺ റീജിയൻസ്, നല്ല മഴയ്ക്ക് ലഭിക്കുന്ന പ്രദേശങ്ങൾ, അതായത് സൗത്ത്, നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗം, സൗത്ത് ഈസ്റ്റ്, അതായത് ആൻഡ് ഈസ്റ്റ് ഏഷ്യ, ഏഷ്യയുടെ ഈസ്റ്റ് ഭാഗത്തും സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ നടക്കുന്നത്. ഇനി അടുത്തത് പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. അതെന്താണെന്ന് നോക്കാം. ഇൻക്ലൂഡ്സ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് ഹേർഡിങ്. പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അത് 2-3 തരം കൾട്ടിവേഷനുകളാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, നൊമാഡിക് കൾട്ടിവേഷൻ, അത്തരത്തിലുള്ളത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. Shifting cultivation is practiced in the thickly forested areas of Amazon basin, tropical Africa, parts of
സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന രീതിയിലുള്ള കൃഷി സമ്പ്രദായം അത് ആമസോൺ കാടുകളിലും അതുപോലെ ആഫ്രിക്കയുടെ മധ്യ ഭാഗങ്ങളിലും പിന്നെ ഏഷ്യയുടെ സൗത്ത് ഭാഗത്ത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെയും അതുപോലെ വടക്ക് കിഴക്ക് ഇന്ത്യയുടെ ഭാഗത്തും ഈ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടന്നു വരുന്നുണ്ട്. ദീസ് ആർ ദി ഏരിയാസ് ഓഫ് ഹെവിലി റെയിൻഫാൾ ആൻഡ് ക്വിക്ക് റീജനറേഷൻ ഓഫ് വെജിറ്റേഷൻ. ഈ ഏരിയകളാണ് ധാരാളം മഴ ലഭിക്കുന്നതും എന്നാൽ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പച്ചപ്പ് ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രദേശങ്ങൾ. എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് ക്ലിയർഡ് ബൈ ഫെല്ലിംഗ് ദി ട്രീസ് ആൻഡ് ബേണിംഗ് ദം. അതായത് ഈ കൃഷിയുടെ രീതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ഭൂമിയുടെ ഒരു ഭാഗം അവിടെയുള്ള മരങ്ങളോ മുറിച്ചു മാറ്റി അത് കത്തിച്ചിട്ട് എന്ത് ചെയ്യും, വൃത്തിയാക്കും. ദ ആഷസ് ആർ ദെൻ മിക്സ്ഡ് വിത്ത് ദി സോയിൽ ആൻഡ് ക്രോപ്സ് ലൈക്ക് മാസെ, യാം, പൊട്ടാറ്റോസ് ആൻഡ് കസാവ ആർ ഗ്രൗണ്ട്. ആ ചാരം ആ മണ്ണുമായിട്ട് കൂട്ടിക്കലർത്തിയതിനു ശേഷം ഇത്തരം സ്ഥലങ്ങളിൽ ക്രോപ്സ് ലൈക്ക് മൈസെ, ചോളം പോലത്തെ, യാം, കിഴങ്ങ് പോലത്തെ കൃഷിയൊക്കെ അവിടെ എന്ത് ചെയ്യും, പൊട്ടാറ്റോസൊക്കെ പോലത്തെ അവിടെ കൃഷി ചെയ്യും. ആഫ്റ്റർ ദി സോയിൽ ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി. അങ്ങനെ കൃഷി ചെയ്തിട്ട് ആ മണ്ണിൻ്റെ ഫലപുഷ്ടി അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ദ ലാൻഡ് ഈസ് അബൻഡൻറ്റ് ആൻഡ് ദി കൾട്ടിവേറ്റേഴ്സ് മൂവ്സ് ടു എ ന്യൂ പ്ലോട്ട്. കർഷകർ ആ സ്ഥലം ഉപേക്ഷിച്ചിട്ട് അടുത്ത ഒരു പ്ലോട്ട് അന്വേഷിച്ച് പോകും. എന്നിട്ട് ആ പ്ലോട്ടും ഇതുപോലെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി അതൊക്കെ കത്തിച്ച് ആ ചാരം മണ്ണിൽ മിക്സ് ചെയ്ത് അവിടെ ആ കൃഷികളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ആ കൃഷി ചെയ്ത് ആ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടാൽ അവരടുത്ത സ്ഥലം നോക്കി പോകും. ഇങ്ങനെ മാറി പോകും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ആൾസോ നോൺ ആസ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ഈ ഒരു സമ്പ്രദായത്തിന് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നും പറയുന്നുണ്ട്. സ്ലാഷ് എന്ന് പറഞ്ഞാൽ കട്ട് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നും ഈ ഒരു സമ്പ്രദായത്തിന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്, ഒരു രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇനി അടുത്ത രീതിയാണ് നൊമാഡിക് ഹേർഡിംഗ്. നൊമാഡിക് എന്ന് പറഞ്ഞാൽ നാടോടികൾ. ഹേർഡിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കുന്ന സമ്പ്രദായം. അപ്പോൾ നാടോടികളായിട്ട് ഇങ്ങനെ കന്നുകാലികളൊക്കെ മേയ്ച്ച് നടക്കുന്ന ഈ ഒരു രീതിക്കാണ് പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസിലെ മറ്റൊരു രീതിയാണ് നൊമാഡിക് ഹേർഡിംഗ്. Nomadic herding is practiced in the semi-arid and arid regions of Sahara, Central Asia and some parts of India, like Rajasthan and Jammu and Kashmir. ഈ നാടോടി കൂട്ടങ്ങൾ അവർ കന്നുകാലികളെ മേയിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു കൃഷിയുടെ ഈ ഒരു ഫാമിങ്ങിൻ്റെ അല്ലെങ്കിൽ കൾട്ടിവേഷൻ്റെ രീതി എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് നടക്കുന്നത് സെമി ആരിഡ് ആൻഡ് ആരിഡ് റീജിയൻസ്, ഒന്നിക്കിൽ ഭാഗികമായിട്ട് വരണ്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വരണ്ടതോ ആയ പ്രദേശങ്ങളിലാണ്. എത്തരത്തിലുള്ള സഹാറ, സെൻട്രൽ ഏഷ്യയിലുള്ള സഹാറ പോലത്തെ മരുഭൂമി പോലത്തെ ആൻഡ് സം പാർട്സ് ഓഫ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, അതായത് രാജസ്ഥാൻ, ജമ്മു കാശ്മീരൊക്കെ പോലത്തെ ഭാഗികമായിട്ട് വരേണ്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായി വരേണ്ടതോ ആയ പ്രദേശങ്ങളിലാണ് ഇത്തരം രീതിയിലുള്ള നൊമാഡിക് ഹേർഡിംഗ് സിസ്റ്റം ഓഫ് അഗ്രികൾച്ചർ നടക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ്, ഈ രീതിയിലുള്ള കൃഷിയിൽ herdsmen move from place to place with their animals for fodder and water along defined routes. ഈ രീതിയിലുള്ള കൃഷി സമ്പ്രദായത്തിൽ ഹേർഡ്സ്മെൻ, ഈ കന്നുകാലികളെ മേയ്ക്കുന്നവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്തുനിന്ന് അവരുടെ അവരുടെ മൃഗങ്ങളുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. മൃഗങ്ങളെന്ന് പറയുമ്പോൾ ഒട്ടകങ്ങളുണ്ടാവും, കന്നുകാലികളൊക്കെ ഉണ്ടാവും. അത് ഫോർ ഫുഡർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, എലോങ് ഡിഫൈൻഡ് റൂട്ട്സ്, അവർക്കേതായ നിശ്ചിതമായിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാവും. ആ രീതിയിലായിരിക്കും അവർ മാറി മാറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ദിസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് അറൈസസ് ഇൻ റെസ്പോൺസ് ടു ക്ലൈമറ്റ് കൺസ്ട്രെയിൻറ്റ്സ് ആൻഡ് ടെറൈൻ. ഈ ഒരു മൂവ്മെൻറ്റ് കാലാവസ്ഥയുടെ സമയം അനുസരിച്ചിട്ടാണ്. വേനൽക്കാലത്ത് അവരൊരു സ്ഥലത്ത് വെള്ളമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കും. അതുപോലെ വസന്തകാലമാകുമ്പോൾ മറ്റൊരു സ്ഥലം നോക്കി പോകും. അങ്ങനെ ഓരോ കാലാവസ്ഥയ്ക്ക് യോജ്യമായ സ്ഥലമാണ് അവരെന്ത് ചെയ്യുക, അവരുടെ ഈ ഒരു സമ്പ്രദായത്തിൻ്റെ ഈ ഒരു രീതിക്ക് അവർ കണ്ടെത്തുകയും അവർ അതുപോലെ തന്നെ മേഞ്ഞ് നടക്കുകയും ചെയ്യുന്ന രീതി. ഷീപ്പ്, ക്യാമൽ, യാക്ക് ആൻഡ് ഗോഡ്സ് ആർ മോസ്റ്റ് കോമൺലി റെയർഡ്. ഷീപ്പ് പറഞ്ഞാൽ ചെമ്മരിയാട്, ക്യാമൽ ഒട്ടകം, യാക്ക് പറഞ്ഞാൽ വലിയ പോത്തുകൾ, കന്നുകാലികൾ, നാൽക്കാലികൾ, ആൻഡ് ഗോഡ്സ് ആടുകൾ. ഇതൊക്കെയാണ് ഇവർ കാര്യമായിട്ട് മേയിച്ച് നടക്കുന്ന അല്ലെങ്കിൽ മേയ്ക്കുന്ന അനിമലുകൾ. ദേ പ്രൊവൈഡ് മിൽക്ക്, മീറ്റ്, ഹോൾ, ഹൈഡ്സ് ആൻഡ് അതർ പ്രൊഡക്ട്സ് ടു ദ ഹെർഡേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. ഈ കന്നുകാലികൾ എന്താ ഇവർക്ക് നൽകുക, പാല് നൽകും, ഇറച്ചി നൽകും, അതുപോലെ കമ്പിളി നൽകും. ഹൈഡ്സ് എന്ന് പറഞ്ഞാൽ തോല്, ഇവരുടെ തോല് ഊറക്കിട്ടിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, ഈ മേയ്ക്കുന്നവർക്ക്, കന്നുകാലികളെ മേയ്ക്കുന്നവർക്കും അവരുടെ ഫാമിലിക്കും ഈ മൃഗങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് അവരുടെ കൃഷി.
അപ്പോൾ ഫാമിങ് 2 വിധമുണ്ട്. ഒന്ന് സബ്സിസ്റ്റൻസ് ഫാമിങ്, മറ്റേത് കൊമേഴ്ഷ്യൽ ഫാമിങ്. ഈ സബ്സിസ്റ്റൻസ് ഫാമിങ് 2 രീതി. ഒന്ന് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും അതുപോലെ പ്രൈമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും.